മറ്റൊരു വാർത്തയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശദമായി പരിശോധിക്കാൻ LDF ഒരുങ്ങുന്നു. ആദ്യം മുന്നണിയിലെ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. അതിനുശേഷം ഇടതുമുന്നണി വീണ്ടും യോഗം ചേരും. മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും ജനങ്ങളുടെ പ്രതികരണം ആഴത്തിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ചില വിലയിരുത്തലുകൾ ഇന്നലെ CPM-ന്റെയും CPI-യുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ചർച്ചകളൊന്നും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇടതുമുന്നണി യോഗത്തിൽ സാധാരണഗതിയിൽ ഇടതുമുന്നണി യോഗം ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമായൊക്കെ പറയാൻ പോകുന്നത് CPM എന്താണോ നിലപാടെടുക്കുന്നത്, ഒരു ഏത് തെരഞ്ഞെടുപ്പിന്റെ പരാജയമായാലും വിജയമായാലും CPM നിലപാട് നോക്കി, പ്രത്യേകിച്ചും പരാജയ സമയങ്ങളിൽ CPM എന്താണോ അതിന്റെ അവലോകനമായി പറയുന്നത് അത് തന്നെ ഇടതുമുന്നണിയും ആവർത്തിക്കാറാണ് പതിവ്. പക്ഷെ ഇന്ന് അതുണ്ടായില്ല. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ന്യൂനപക്ഷ വോട്ടുകൾ UDF അനുകൂലമായി കേന്ദ്രീകരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ശബരിമലയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് CPI-യുടെ നേതൃയോഗങ്ങൾ ഉണ്ടായത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും അതിരൂക്ഷമായ വിമർശനമാണ് ഈ മൂന്ന് വിഷയങ്ങളിലും ഉണ്ടായത്, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് ഏറിയും കുറഞ്ഞും ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPI വിലയിരുത്തി. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി കേന്ദ്രീകരിച്ചു. അതിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും ആക്കം കൂട്ടിയെന്ന് CPI വിലയിരുത്തി. ശബരിമലയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയ കാരണങ്ങളിൽ ഒന്നാണെന്ന് CPI കണക്കുകൂട്ടി. രണ്ട് പ്രധാന പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായ വിഷയങ്ങളുണ്ടായപ്പോൾ ഇടതുമുന്നണി അത്തരമൊരു സമീപനം ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചില്ല. പകരം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ വേണമെന്ന ഒരു നിലപാട് എടുക്കുകയായിരുന്നു. അതിനുവേണ്ടി എല്ലാ ഘടകകക്ഷികളോടും അവരുടെ യോഗങ്ങൾ ചേരാൻ ആവശ്യപ്പെട്ടു. ഈ മാസം കൊണ്ട് ഘടകകക്ഷികൾ അവരുടെ യോഗം പൂർത്തിയാക്കും. 27-28 തീയതി CPM-ന്റെ സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ജനുവരി ആദ്യം ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്ന് പരാജയ കാരണങ്ങൾ വിലയിരുത്തും. തോൽവി തന്നെയാണ്, പ്രതീക്ഷിച്ച ഫലമുണ്ടാകാത്തത് തോൽവി തന്നെയാണെന്ന് സംസ്ഥാന കൺവീനർ, ഇടതുമുന്നണി കൺവീനർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ തോൽവി പരിഹരിക്കാനുള്ള വഴികൾ ഇടതുമുന്നണി തേടും, തിരുത്തലുകൾ വരുത്തും, ജനവിധി മാനിക്കും. ജനവിധിക്ക് എതിരായി ജനങ്ങളുടെ മാൻഡേറ്റിന് വിരുദ്ധമായി ഒരിടത്തും ഒരു കൂട്ടുകെട്ടം ഉണ്ടാക്കില്ലെന്ന് കൂടി CPM ഇടതുമുന്നണിയുടെ കൺവീനർ വ്യക്തമാക്കുന്നു. അതായത് പരാജയ കാരണങ്ങൾ ഇപ്പോൾ പരിശോധനയില്ല, അത് പാർട്ടികൾ പരിശോധിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ. വലിയ തിരിച്ചടി തന്നെയാണെന്ന് CPM കണക്കുകൂട്ടുന്നു. പക്ഷേ ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. അതിനൊപ്പം തന്നെ അടിത്തറ ഒലിച്ചുപോയെന്ന പ്രചരണം തെറ്റാണ്. തോൽവി തന്നെയാണ്, പക്ഷേ അടിത്തറ ഇപ്പോഴും ഭദ്രം എന്നൊരു പൊതു വിലയിരുത്തലാണ് ഇടതുമുന്നണിയുടെ യോഗത്തിന് ശേഷം സംസ്ഥാന കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.